നമസ്കാരം. അപ്പോൾ കേരളത്തിൽ ഇത്രയും ദിവസം വലിയ ചർച്ചയായിരുന്ന PM ശ്രീ വിവാദം എന്ന് പറയുന്നത് കെട്ടടങ്ങിയിരിക്കുന്നു. അതായത് CPM-ഉം CPI-യും ചേർന്ന് നടത്തിയ നാടകത്തിന് അവർ തന്നെ അന്ത്യം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. അതിൽ കുറേ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതിൽ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പിണറായി വിജയൻ അടിയറവ് പറഞ്ഞു, CPI-യുടെ മുമ്പിൽ അടിയറവ് പറഞ്ഞു. അങ്ങനെ CPI എന്ന് പറയുന്ന ആ ഒരു പാർട്ടി കേരളത്തിലത്തെ യഥാർത്ഥ ഇടതുപക്ഷമായിട്ട് മാറുന്നു, നന്മ മരങ്ങളായിട്ട് മാറുന്നു. അതുപോലെ തന്നെ പാവപ്പെട്ട കർഷകർക്ക് വേണ്ടി അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായിട്ട് CPI മാറുന്നു. അങ്ങനെ CPI ഇപ്പോ ഭയങ്കര ഉന്നതങ്ങളിലാണ്, നന്മ മരമായിട്ട് മാറിയിരിക്കുകയാണ്. ആ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ള സത്യത്തിൽ പിണറായി വിജയൻ നല്ല ഒരു മനുഷ്യനാണ് എന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല. പക്ഷേ കേരളത്തില് ഇതുവരെ കണ്ടിരിക്കുന്ന ഏറ്റവും മോശം മുഖ്യമന്ത്രി അല്ലെങ്കിൽ നെറികെട്ട പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്ന മുഖ്യമന്ത്രി, കേരളത്തെ മുടിപ്പിച്ചിരിക്കുന്ന മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചുകുട്ടി വരെ എഴുന്നേറ്റ് നിന്ന് പറയും അത് പിണറായി വിജയനാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും പിണറായി വിജയനെതിരെ ഫോക്കസ് ചെയ്ത് വാർത്തകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചർച്ചകൾ നടത്തുമ്പോൾ അവിടെ നമ്മൾ മറന്നു പോകുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് എത്രത്തോളം നെറികെട്ടവരാണ് ഈ CPM എന്നുള്ളത് ജനങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് യഥാർത്ഥത്തില് ഈ പിണറായി വിജയൻ എന്ന് പറയുന്നത് CPI-യുടെ മുമ്പിൽ വെറും ശിശുവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം CPI അത്രയ്ക്ക് വൃത്തികെട്ട പ്രവർത്തനങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അവരുടെ വകുപ്പുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം. കാർഷിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന P.പ്രസാദ് എന്ന് പറയുന്ന മന്ത്രി, ആ വിഷയം അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം പറയാം. ഇന്ന് UDF-ന്റെ വിദ്യാർത്ഥി സംഘടനകളെല്ലാം കൂടി ചേർന്നിട്ട് PM ശ്രീ എന്ന് പറയുന്ന ആ ഒരു വിഷയത്തില് സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി നേതാവ് വളരെ ഗംഭീരമായിട്ട് പ്രസംഗിക്കുന്ന കേട്ടു. അതായത് NEP എന്ന് പറയുന്നത് PM ശ്രീ എന്ന് പറയുന്നത്, കാരണം PM ശ്രീയിലെ ഏറ്റവും ചർച്ചയാക്കപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത് PM ശ്രീയുടെ അവിഭാജ്യ ഘടകമായിട്ടുള്ള NEP അഥവാ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നതാണ്. അപ്പൊ ഈ NEP എന്ന് പറയുന്നത് കേരളത്തിൽ നടപ്പിലാക്കിയാൽ PM ശ്രീ എന്ന് പറയുന്ന ബോർഡ് ഏതെങ്കിലും സ്കൂളിന്റെ മുൻപിൽ വെക്കാൻ സർക്കാർ തയ്യാറായാൽ ആ ബോർഡിന്റെ തൂണുകൾ പിഴുതെറിയാൻ ഞങ്ങൾ തയ്യാറായി നിൽക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അവരോട് പറയാനുള്ളത് ഈ CPM-ന്റെയും CPI-യുടെയും നാടകം അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ മലപ്പുറം എന്ന് പറയുന്ന ജില്ല, മലപ്പുറം കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അറിയാലോ. എന്തിനാണ് പ്രധാനപ്പെട്ടത് എന്നുള്ളതും എല്ലാവർക്കും അറിയാലോ. ആ മലപ്പുറം ജില്ലയിൽ ഈ ചിത്രത്തിൽ നിങ്ങൾ നോക്കിക്കോളൂ. അതായത് മലപ്പുറം ജില്ലയിൽ PM ശ്രീ എന്ന് പറയുന്ന ബോർഡ് വെച്ചിട്ടുള്ള സ്കൂള് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ വളരെ വിജയകരമായി തന്നെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം ഈ UDF-ന്റെ കുട്ടി നേതാക്കന്മാര് ആ ബോർഡ് പിഴുതെറിയാൻ ധൈര്യമുണ്ടോ എന്നുള്ളത് വെളിവാക്കണം. അല്ലാതെ ചുമ്മാ നാട്ടുകാരുടെ മുമ്പിൽ പരിഹാസ കഥാപാത്രങ്ങളായിട്ട് മാറരുത്. മാത്രമല്ല CPI ഭരിക്കുന്ന കാർഷിക വകുപ്പിന്റെ അണ്ടറിലുള്ള കാർഷിക സർവകലാശാലയിൽ 2022 തന്നെ NEP സംവിധാനം നടപ്പിലാക്കി കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2022 നിങ്ങൾ എന്തുകൊണ്ട് ഈ സമരം ചെയ്തില്ല എന്നുള്ളത് കൂടി നിങ്ങൾ വ്യക്തമാക്കണം. അപ്പോ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇരുമുന്നണികളും കൂട്ടം ചേർന്ന് ജനങ്ങളെ വഞ്ചിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ചെയ്യുന്നത് അത് വളരെ നെറുകെട്ട പ്രവൃത്തി തന്നെയാണ് രാഷ്ട്രീയത്തിൽ എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി ഈ ഒരു വിഷയത്തില് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ PM ശ്രീ വിവാദം എന്ന് പറയുന്നത് അതിൽ NEP എന്നുള്ളതാണ് പ്രധാനം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ NEP എങ്ങനെയാണ് കേരളത്തിൽ ആദ്യം നടപ്പിലായത്? അത് ഈ CPI ഭരിക്കുന്ന കാർഷിക വകുപ്പിന്റെ അണ്ടറിലുള്ള കാർഷിക സർവകലാശാലയിൽ തന്നെയാണ്. അതായത് ഈ ഒരു പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, അതായത് പ്രൊഫസർ ഇൻ പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു തസ്തിക ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ NEP-യിലുണ്ട്. ഓറിയന്റേഷൻ പ്രോഗ്രാമുകളിൽ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രൊഫസർ ഇൻ പ്രാക്ടീസ് എന്ന് പറയുന്ന തസ്തികയിലുള്ള ആളുകളെ നിയമിക്കാം. അങ്ങനെ 2022 അതും സംസ്കൃത പദമായിട്ടുള്ള ദീക്ഷാരംഭം എന്ന് പറയുന്ന ആ ഒരു പേരിൽ തന്നെ CPI-യുടെ കീഴിലുള്ള കാർഷിക സർവകലാശാലയിൽ പ്രോഗ്രാം നടത്തി കഴിഞ്ഞു എന്നുള്ളത് കേരളം അറിഞ്ഞിട്ടുണ്ടോ? അതായത് 15 വർഷം പ്രവൃത്തി പരിചയമുള്ള ആ ഒരു മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളെ പ്രൊഫസർ ഇൻ പ്രാക്ടീസ് എന്ന് പറയുന്ന തസ്തികയിൽ യൂണിവേഴ്സിറ്റികളിൽ നിയമിക്കാം എന്നുള്ളതാണ് NEP-യുടെ നിയമം. അപ്പോൾ ആ രീതിയിൽ നിയമിച്ചുകൊണ്ട് അവിടെ ഓൾറെഡി ക്ലാസുകൾ നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യാവസ്ഥ. അതും 2022
ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് 2025-ലാണ്. അപ്പോ ആ ഒരു സംഭവത്തിൽ UDF എന്താണ് പറയാനുള്ളത്, CPM എന്താണ് പറയാനുള്ളത്, CPIക്ക് എന്താണ് പറയാനുള്ളത്? അത് കേരളത്തിലെ ജനസമൂഹത്തോട് വെളിപ്പെടുത്താൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇനി ഈ പ്രൊഫസർ ഇൻ പ്രാക്ടീസ് എന്ന് പറയുന്നത് മോശമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നമുക്ക് ചാനൽ ചർച്ചകളിലൊക്കെ കാണാൻ സാധിക്കാറുണ്ട് ഡോക്ടറേറ്റ് നേടിയ CPM ബുദ്ധിജീവികൾ വന്ന് പല മണ്ടത്തരങ്ങളും വിളിച്ചു പറയുന്നത്. അവര് ക്ലാസ് എടുക്കുന്നതിനേക്കാളും നല്ല 15 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള വളരെ പ്രാവീണ്യമുള്ള ആളുകൾ ക്ലാസ് എടുക്കുന്നത് തന്നെയാണ്. കുട്ടികളുടെ ഭാവിക്ക് അത് തന്നെയാണ് നല്ലത്. ഇനി ഈ ഒരു പറയുന്ന കർഷകരുടെ പാർട്ടി, തൊഴിലാളികളുടെ പാർട്ടി, അധസ്ഥിത വർഗത്തിന് വേണ്ടി പോരാടുന്ന പാർട്ടി എന്നൊക്കെ പറയുന്ന ഈ ഇടതുപക്ഷം ചമയുന്ന CPI, ആ CPIയുടെ അണ്ടറിലുള്ള വെള്ളായണിയിലുള്ള ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി TC വാങ്ങിപ്പോയി. കാരണം ആ വിദ്യാർത്ഥി ജോയിൻ ചെയ്തപ്പോ 10,000 രൂപയായിരുന്നു സെമസ്റ്റർ ഫീസ്. അതിനുശേഷം ഒരു വർഷത്തിനുള്ളിൽ തന്നെ ആ ഫീസ് എന്ന് പറയുന്നത് 50,000 രൂപയാക്കി ഉയർത്തി. അത് ആ കുട്ടിക്ക് താങ്ങാൻ പറ്റുന്നതല്ല. കാരണം ആ കുട്ടി എന്ന് പറയുന്നത് താമരശ്ശേരിയിലെ കർഷക ദമ്പതികളുടെ ഒരു മകനാണ്. അവർക്ക് അത്രയും വരുമാനമില്ല. അപ്പോ ആ സമയത്ത് ഒരു ചാനലില് ബൈറ്റ് കൊടുക്കുന്ന സമയത്ത് അവിടുത്തെ VC ആയിട്ടുള്ള ഡോക്ടർ B അശോക് കൃത്യമായിട്ട് ആദ്യത്തെ സെന്റൻസ് തന്നെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒന്ന് കേട്ട് നോക്കിക്കോളൂ. അതെ, അയാൾ ഫസ്റ്റ് ക്ലാസ് ഫ്രോഡ് അല്ലേ? അതെ, അയാൾ ഫസ്റ്റ് ക്ലാസ് ഫ്രോഡ് അല്ലേ? അതെ, അയാൾ ഫസ്റ്റ് ക്ലാസ് ഫ്രോഡ് അല്ലേ? കേട്ടല്ലോ. അതായത് ആ കുട്ടി ഒരു ഫ്രോഡാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടിയെ അപമാനിക്കുന്നതിന് തുല്യം, അപമാനിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ആ കുട്ടിക്ക് ധാരാളം ആനുകൂല്യങ്ങൾ കിട്ടാൻ അർഹതയുണ്ട്. അതായത് 1 ലക്ഷത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്താണ് അടച്ച ഫീസ് അതേപടി മുഴുവനായിട്ടും റീഇംബേഴ്സ് ചെയ്യാനുള്ള സംവിധാനം ആ സർക്കാരിലുണ്ട്. അതുപോലെ തന്നെ 5 ലക്ഷത്തിൽ താഴെയാണ് വാർഷിക വരുമാനം എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ തന്നെ സ്കോളർഷിപ്പിന് അർഹതയുണ്ട്. ഇതെല്ലാം നിലവിലുണ്ട്. അതൊക്കെ കുട്ടിയെ പറഞ്ഞ് ധരിപ്പിക്കാതെ മുഴുവൻ ഫീസ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കിട്ടിക്കോട്ടെ, വാങ്ങിച്ചു പെട്ടിയിലിടാം എന്നുള്ള ഒരു രീതിയിൽ പ്രവർത്തിച്ചു. അതാണ് സത്യാവസ്ഥ. ഇപ്പോ ആ കുട്ടി ചാനലുകളിൽ വന്ന് പല ഇന്റർവ്യൂകളും കൊടുക്കുന്നു. ആ കുട്ടി തന്നെ സ്വയം ആ ഒരു അർജുൻ എന്ന് പറയുന്ന കുട്ടിയാണ്. ആ അർജുൻ തന്നെ നേരിട്ട് വീഡിയോകൾ ഇടുന്നു. അങ്ങനെ സർക്കാരിന് നാണക്കേടുണ്ടായപ്പോ ഉടനെ പ്രസാദ് എന്ന് പറയുന്ന കാർഷിക മന്ത്രി രംഗത്തെത്തിയിരിക്കുന്നു. ആ കുട്ടി ഇങ്ങനെ പഠനം നിർത്തേണ്ട ആവശ്യമില്ല, ആ കുട്ടിയെ തിരിച്ചു വിളിക്കണം, ആ കുട്ടിക്ക് പഠനം മുടക്കുന്ന ഒരു സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നന്മമരം ചമയൽ. അപ്പോ താങ്കൾ ആദ്യം ചെയ്യേണ്ടത്, അതായത് മന്ത്രിയോടാണ് പറയുന്നത്, ഈ കുട്ടിയെ ഫ്രോഡ് എന്ന് വിളിച്ച് അപമാനിച്ച ആ VCക്കെതിരെ ആദ്യം നടപടിയെടുക്കുക. മാത്രമല്ല ഒരു കുട്ടി സമരം ചെയ്താൽ ആ കുട്ടിക്കാണോ ആനുകൂല്യം കൊടുക്കേണ്ടത്? ആ കുട്ടിക്ക് മാത്രമല്ല ആനുകൂല്യം കൊടുക്കേണ്ടത്, അവിടെ പഠിക്കുന്ന മറ്റു വിദ്യാർത്ഥികളും ഇതുപോലെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടാവും. അപ്പോ അവരുടെ കാര്യം എന്താണ്? മാത്രമല്ല ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരത്തിനിറങ്ങുന്ന ഈ SFI എവിടെ? KSU എവിടെ? അപ്പോ ഇതുപോലെയുള്ള കാര്യങ്ങളില് പൊതുജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട പല സംഘടനകളും ഈ ഭരണകൂടത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് ജനങ്ങളെയും വിദ്യാർത്ഥികളെയും ചതിക്കുകയാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എനിക്ക് UDF LDF മുന്നണികളോട് പറയാനുള്ളത്, ഈ നാടകം നിർത്തി തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്തെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യൂ എന്നുള്ളത് മാത്രമാണ്.